പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ കാണുന്നത് ഭൂമിയുടെ ഒരു ചിത്രമാണ്. ഗ്ലോബ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഒന്നാമത്തെ പുസ്തകമാകുന്ന ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 2-ാം വാക്യം, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വളരെ പാഴായ ഒരു ഭൂമിയെ ഇത്ര മനോഹരമായി മാറ്റിയത് ദൈവത്തിൻ്റെ അത്ഭുതകരമാണ്. നിങ്ങൾ ഈ കാണുന്ന ഭൂമിയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഭൂമിയുടെ 30% മാത്രമേ ഉള്ളൂ കരയായിട്ടുള്ള ഭാഗങ്ങൾ. ബൈബിൾ പറയുന്നു, കരയെയും കടലിനെയും തമ്മിൽ വേർതിരിച്ചു. അതിൽ 1-ാം അധ്യായം 9-ാം വാക്യത്തിലാണ്, ദൈവം ആകാശത്തിന് കീഴുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും വെള്ളത്തിൻ്റെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു. നല്ലത് എന്ന് കണ്ടു. അപ്പോൾ സമുദ്രത്തെയും ഭൂമിയെയും ദൈവം വേർതിരിച്ചപ്പോൾ 70%, ഏകദേശം 70% ഏരിയ സമുദ്രമായി. ബാക്കി 30% മാത്രമേ ഉള്ളൂ നാം ഈ കാണുന്ന ലാൻഡ്, കരഭൂമി. തീർന്നില്ല. 70% വെള്ളത്തിൽ അതിലേറിയ പങ്കും വെള്ളം സാൾട്ടി വാട്ടർ, സമുദ്രത്തിൽ ഉള്ള വെള്ളം ഉപ്പ് രസമുള്ള വെള്ളമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. അപ്പോൾ ആ ഉപ്പ് രസമുള്ള വെള്ളം മനുഷ്യന് ആവശ്യമെന്ന് കണ്ടിട്ടാണ് ദൈവം അങ്ങനെ സൃഷ്ടിച്ചത്. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ ദൈവം സസ്യജാലങ്ങളെ സൃഷ്ടിച്ചപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യത്തിലാണ്, ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. എൻസൈക്ലോപീഡിയ പറയുന്നത് ഏകദേശം 4 ലക്ഷത്തോളം സ്പീഷീസ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സിനെയാണ് ദൈവം സൃഷ്ടിച്ചത്. നമുക്കറിയാവുന്ന വിരലെണ്ണാവുന്ന പ്ലാന്റ്സിനെ നമുക്കറിയത്തുള്ളൂ. എന്നാൽ ഏകദേശം 4 ലക്ഷത്തോളം സ്പീഷീസ് ദൈവം സൃഷ്ടിച്ചുവെന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചിരിക്കുക. എത്ര മനോഹരമാണ് ദൈവത്തിൻ്റെ സൃഷ്ടി. പൂക്കളെ തന്നെ നോക്കിയാൽ അറിയാം, നമ്മുടെ ഗാർഡനിൽ തന്നെ എത്രയധികം പൂക്കൾ, എത്ര വർണ്ണത്തിൽ ഉള്ളത്, എത്ര രൂപത്തിലുള്ളത്, എത്ര കളറുകളിലുള്ളത്, എത്ര മണമുള്ളത്. മുല്ലപ്പൂവിൻ്റെ മണമല്ല റോസാപ്പൂവിനുള്ളത്, റോസാപ്പൂവിൻ്റെ കളറല്ല താമരയ്ക്കുള്ളത്, താമരയുടെ കളറല്ല 10 മണി ചെടിക്കുള്ളത്. ദൈവത്തിൻ്റെ അതിമനോഹരമായ സൃഷ്ടിപ്പാണ് നാം ആ പൂവിലും പ്ലാന്റ്സിലും സമുദ്രത്തിലും കരഭൂമിയിലും എല്ലാം കാണുന്നത്. ആ ദൈവത്തിൻ്റെ അതിമനോഹരമായ സൃഷ്ടിപ്പ് നമ്മൾ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ഇതെല്ലാം മനുഷ്യന് കൊടുത്തിട്ട് പറയുകയാണ്, ഈ ഭൂമിയുടെ മേൽ വാഴുവാൻ, സസ്യങ്ങളുടെ മേലും മൃഗസമ്പത്തിൻ്റെ മേലും പർവ്വജാതികളുടെ മേലും എല്ലാറ്റിൻ്റെ മേലും വാഴുവാൻ മനുഷ്യന് അധികാരം കൊടുത്തു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യമാണ് ഇങ്ങനെ പറയുന്നു, അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിൻ്റെ മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളുടെ മേലും സർവ്വഭൂമിയുടെ മേലും ഭൂമിയിൽ എഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അതിന് 27-ാം വാക്യത്തിൽ പറഞ്ഞു, ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു.
അപ്പോൾ ഇതിനെല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ദൈവം തൻ്റെ സ്വരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ മനുഷ്യൻ എത്ര പ്രാധാന്യമുള്ളതാണ്. ദൈവത്തിന് മുമ്പിൽ മനുഷ്യന് മറ്റെല്ലാ ജന്തുക്കളെക്കാട്ടിലും മൃഗങ്ങളെക്കാട്ടിലും സസ്യങ്ങളെക്കാട്ടിലും വലിയ പ്രാധാന്യം മനുഷ്യനുണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യനെയും നമ്മൾ ചെറുതായി കാണരുത്. ഏത് ജാതിയിൽപ്പെട്ടവനോ ഏത് വർഗത്തിൽപ്പെട്ടവനോ ഏത് നിറത്തിൽപ്പെട്ടവനോ ഒരാളെ പോലും ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യനെ പോലും നാം ചെറുതായി കാണരുത്. അവരെ ബഹുമാനിക്കുക അത്രേ വേണ്ടത്. ആഫ്രിക്കയിലുള്ള ജനം കറുത്ത കളറുള്ള ജനമാണ്. എന്നാൽ അമേരിക്കയിലുള്ള ജനം വെളുത്ത കളർ ആണ് അവർക്കുള്ളത്. ഈ രണ്ടിനും ഒരേ പ്രാധാന്യത്തിലാണ് ദൈവം സൃഷ്ടിച്ചത്. നമുക്ക് നമ്മുടെ കളറിലോ നമ്മുടെ സമ്പത്തിലോ നമ്മുടെ നന്മയിലോ നമ്മുടെ ഉയർച്ചയിലോ നമ്മുടെ ജ്ഞാനത്തിലോ ഒന്നും പ്രശംസിപ്പാനില്ല. ദൈവത്തിൻ്റെ അതിമനോഹരമായ ആ മഹത്വത്തിൻ്റെ ആ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ ആ ഗ്ലോറി നമുക്ക് ഒന്ന് ദർശിക്കാം. ആ ഗ്ലോറി കണ്ടു കഴിയുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ മറക്കും, നമ്മളൊന്നുമല്ല എന്ന് തോന്നും. ഈ പ്രപഞ്ചം നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ നമ്മെപ്പോലെ ഈ ഭൂമിയിൽ ആരെയും സൃഷ്ടിച്ചില്ല. നാം യുണീക്കാണ്. ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച ഏറ്റവും സുന്ദരനും സുന്ദരികളും മനോഹരമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നാം ഓരോരുത്തരും. ആയതിനാൽ നമുക്ക് ദൈവത്തിന് മുമ്പിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം, കുമ്പിടാം. നമുക്കൊന്നും പുകഴാനില്ല, പ്രശംസിപ്പാനില്ല. ആ അത്യുന്നതനായ ദൈവത്തിന് മുമ്പിൽ ചെല്ലുമ്പോൾ, ദൈവമേ, ഞാൻ എന്തുണ്ട്, എനിക്കൊന്നുമില്ല, എനിക്ക് പുകഴാനോ പ്രശംസിപ്പാനോ ഒന്നുമില്ല. നീ മാത്രമാണ് വലിയവൻ, നീ മാത്രമാണ് സർവശക്തൻ, നീ മാത്രമാണ് സർവജ്ഞാനി. ആ ദൈവത്തിന് മുമ്പിൽ കുമ്പിടാൻ തുടങ്ങിയാൽ നിനക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയത്തിൽ സമ്പത്ത് കുറവുണ്ടോ, ജ്ഞാനത്തിൽ കുറവുണ്ടോ, കഴിവിൽ കുറവുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും നന്മയിൽ കുറവുണ്ടോ, കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ, ശാരീരികമായ എന്തെങ്കിലും ക്ലേശങ്ങളുണ്ടോ, ഇതെല്ലാം പരിഹരിച്ചു തരുന്ന ആ അത്യുന്നതനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ദ ലിവിങ് വേൾഡ്, ദൈവത്തിൻ്റെ അതിശക്തമായ ആ പ്രപഞ്ചം. അതുകൊണ്ട് ആ യെശയ്യാവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സർവഭൂമിയും ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഏത് ദേശത്തിൽ ഇപ്പോൾ ഇരുന്ന് കേൾക്കുകയാണെങ്കിലും, ഏത് രാജ്യത്തിലാണ് ഇരുന്ന് കേൾക്കുന്നതെങ്കിലും, ഏത് പട്ടണത്തിലാണെങ്കിലും, ഏത് ഭവനത്തിലാണെങ്കിലും, ഇനി ഭവനമില്ലാത്തൊരാളാണിത് കേൾക്കുന്നതെങ്കിൽ, നിങ്ങളോട് കർത്താവ് ദൈവം ഇങ്ങനെ സംസാരിക്കുകയാണ്, മകനെ, മകളെ, നീ ഭാരപ്പെടേണ്ട. സർവശക്തിയുള്ളൊരു ദൈവമുണ്ട്. നിന്നെ ഏത് പ്രയാസത്തിൽ നിന്നും, പ്രതികൂലത്തിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, കടബാധ്യതകളിൽ നിന്നും, ഞെരുക്കങ്ങളിൽ നിന്നും നിന്നെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നിത്യത വരെ എത്തിക്കുന്ന വലിയൊരു പദ്ധതിയിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ മണ്ണിൽ നിന്ന് ജനിച്ചു, മണ്ണോട് ചേർന്നാലും മണ്ണിൽ നാം ഒരിക്കലും തീർന്നു പോകത്തില്ല. നിത്യമായ യുഗങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ ദൈവത്തോടൊപ്പം ദൈവസന്നിധിയിൽ നിൽക്കുവാൻ തക്കവണ്ണമുള്ള വലിയൊരു പദ്ധതിയാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ആയതിനാൽ ദൈവത്തിന് മുമ്പിൽ കുമ്പിടാം, സമർപ്പിക്കാം. ദൈവം സമൃദ്ധിയായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. May God bless you all.